അതിനോട് യോജിക്കുന്നില്ല. കാരണം അതിപ്പം നമ്മുടെ നല്ല ഏതൊരു വിശ്വാസത്തിലുള്ള ഇതും ആയിക്കോട്ടെ, ഓരോ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വലുതാണല്ലോ. ഇതിന്റെ ഉടമസ്ഥരോട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസംസില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ വിശ്വാസംസകൾ നേർന്നിട്ട് നാട്ടിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിങ്ങൾ വഴിവെക്കരുത്. എന്തൊരു തോന്നിവാസോടെ ഇത്. ഞങ്ങളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? ഒരു ഉണ്ണിക്കണ്ണനും മന്തിയും കാരണം എന്തൊക്കെ കോലാഹലങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ കൊച്ചി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരിയല്ല. ഇനിയും സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. 2 ദിവസം മുമ്പ് വിഷുക്കെ ആയിരുന്നല്ലോ. അപ്പൊ വിഷു പ്രമാണിച്ച് മെഹർ മന്തി എന്ന് പറഞ്ഞൊരു സ്ഥാപനം എന്താക്കി, ഒരു വിഷുദിന സ്പെഷ്യൽ പോസ്റ്റർ അങ്ങ് അടിച്ചിറക്കി. ആ പോസ്റ്റർ ഞാൻ സൈഡിൽ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2-3 ദിവസമായിട്ട് ഇപ്പൊ മെഹർ മന്തി എന്ന് പറയുന്ന സ്ഥാപനം എയറിലാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിങ്ങൾ, ഒരു മതത്തിലെ ദൈവത്തിനെ വെച്ച് ഇങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിറക്കുന്ന സമയത്ത് അതൊരു വിഭാഗം മതത്തിൽപ്പെട്ട ആളുകൾക്ക് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലാകുമെന്നുള്ളത് ചിന്തിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബോധം ഈ മെഹർ മന്തിക്കാർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതിന്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോ കണ്ടത്. ഇവിടെ മന്തി ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നതിന് പകരം വല്ല സൈഡിലോ മുകളിലോ താഴെ എങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്. എന്തായാലും ഇവർ ഈ പോസ്റ്റർ ഇറക്കി നിമിഷ നേരം കൊണ്ട് പോസ്റ്റർ വൈറലായി, അതുപോലെ തന്നെ വിവാദവുമായി. അതിന് പിന്നാലെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാണെങ്കിൽ കുറെ ആൾക്കാർ ഈ മെഹർ മന്തി എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്തു. അതോടെ എന്തായി, മെഹർ മന്തിന്റെ ഉടമനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിലൊരു മുഖവും സമൂഹത്തിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറുകയാണ് വേണ്ടത്. അതിന് പിന്നോടിയായിട്ട് ഈ മെഹർ മന്തിന്റെ മുന്നിൽ സംഘപരിവാറിന്റെ ചില പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇതാണ് കുഴിമന്തിക്കട. ഇതിന്റെ മുന്നിൽ ഇപ്പോൾ പോലീസുകാരെ ഉണ്ട്, ജാഥ വന്നിരിക്കുകയാണ്. കുഴിമന്തി മുന്നിൽ കൃഷ്ണനിരുത്തി എന്ന് പറഞ്ഞ് അപമാനിച്ചെന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആ ഹോട്ടല് തുറപ്പിക്കില്ല എന്ന പുള്ളി പറഞ്ഞത്. ിന് ശേഷം മന്ദബുദ്ധികളായി മാറിയിട്ടുള്ള ഈ നാട്ടിലെ ചില ജിഹാദികൾക്ക് മാത്രം മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു ദുര്യോഗത്തിലാണ് നമ്മളെല്ലാം ഇന്ന്. ഒരു ഗതികേടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നടു റോഡിൽ കുത്തിയിരിക്കുന്നത്. തീർത്തും അപലപനീയമായ സംഭവം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. അയ്യപ്പ ഭഗവാന്റെ സ്വന്തം കുച്ചൂട് മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും എങ്ങനെ ഇരിക്കണ്. ഇത് വേറെ തരത്തിലേക്ക് മാറി എന്നുള്ളതാണ്. വേറെ തരത്തിലേക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ഇത് മാറിയെന്നർത്ഥം. നമസ്കാരം, മെഹർ മന്തി നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്ത് അറിവില്ലായ്മയോ? ഇതൊക്കെ എങ്ങനെയാണ് അറിവില്ലായ്മയായിട്ട് മാറുന്നത്? നിങ്ങൾ ഈ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടപ്പോഴും ഫേസ്ബുക്ക് പേജിൽ ഇട്ടപ്പോഴും കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെട്ടപ്പോഴും നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. നാണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച അത് വെറുതാണല്ല. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാള് വന്നാൽ ചീത്തയാള് നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ അറിവില്ലായ്മയോട് കൂടിയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കുറവല്ലേ? നിനക്ക് എപ്പിസോഡ് ഉണ്ടാക്കണം പ്രാങ്ക് ചെയ്ത് കളിക്കാനുള്ളവരല്ലാട്ടാ ഞങ്ങള്. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ?